പ്രാവശ്യം ശബരിമല പെരിയ കൊലക്കേസ് രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരംഗമില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സമ്മതിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം മുടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത്. നമസ്കാരം. പിണറായി വിജയനെ സാധാരണ ജനങ്ങൾക്ക് എന്തായാലും മടുത്തു. ഇപ്പോൾ ഇതാ CPM പ്രവർത്തകർക്ക് തന്നെ വെറുപ്പായി തുടങ്ങി. CPI നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന്. അത് കേട്ട ഭാവം പോലും നടിച്ചില്ല പിണറായി. ഒഴിഞ്ഞു പോകണമെന്ന് ജനങ്ങൾ പോലും പറയുന്നു. എന്നിട്ട് പോലും ഒരു ഉളുപ്പുമില്ലാതെ അല്ലേ മുഖ്യമന്ത്രി കസേര കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നത്. ഇപ്പോഴിതാ ഒരു CPM പ്രവർത്തകൻ കൂടി പിണറായിയോടുള്ള അമർഷം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു CPM പ്രവർത്തകൻ CPM മെമ്പർഷിപ്പ് പോലും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ എന്തുമാത്രം വെറുപ്പും അമർഷവും തോന്നിക്കാണുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ശബരിമല പെരിയ കൊലക്കേസ് രാഹുൽ ഗാന്ധി തരംഗം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നു. ഇപ്പം എന്ത് തരംഗമില്ലത്? ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി മക്കളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഈ തോൽവി സമ്മതിക്കേണ്ടി വരും. ജനങ്ങൾക്കെല്ലാം അറിയുന്നുണ്ടല്ലോ ഇതെല്ലാം. മണ്ടന്മാരല്ല ജനങ്ങൾ. 10-15 മന്ത്രിമാർ 2 ലക്ഷം 3 ലക്ഷം ശമ്പളം മുടിച്ച് അവരെ വീട്ടിൽ കെട്ടി വെച്ചിട്ടാകുമ്പോൾ ഒരു മാസം ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മന്ത്രിമാരാണ് ഇല്ലത്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം വേണ്ട. അല്ലെ ഒരു MLA അല്ല മന്ത്രി ഈ പറഞ്ഞതൊന്നും നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒന്നുമില്ല കേട്ടോ. കാര്യം തന്നെ പറഞ്ഞത് കേൾക്കണം. ലോക്കൽ കമ്മിറ്റി തന്നെ കേൾക്കണത്. അപ്പുറം ഇപ്പുറം വെടിപൊട്ടുമ്പോഴല്ലോ നമ്മൾ നെഞ്ഞിടിക്കുന്നില്ല. രാജൻ പറഞ്ഞ കറ്റന്നെ ഒന്ന് പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർക്കും പരിശോധിക്കണം. പാർട്ടി മെമ്പർമാർ വോട്ട് ചെയ്തില്ലെന്ന് അത് നോക്കണം. അനവധി വോട്ടെന്നെ കൊണ്ട് തന്നെ ഇത്തിരി വോട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അടക്കമില്ല പാർട്ടി മെമ്പർമാർ. ഇത് പിന്നെ കലക്ടർ മതിയല്ലേ എടുത്ത നേതാക്കന്മാർ. കലക്ടർ ഒന്ന് പറയാൻ കഴിയുമോ? മിണ്ടുവോ? എന്തായിപ്പോ? എല്ലാവർക്കും ഒരു ഇത് വേണം. ബംഗാൾ ഈനാട്ടായി. ബംഗാൾ ഈനെക്കാട്ടി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിനെക്കാട്ടും കടയായി പോയി ഇവിടെ കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി പോലും ഒരു ഇത് കഴിഞ്ഞതിനെക്കാട്ടിയും രാജമോഹൻ ഉണ്ണിത്താൻ നോക്കലോ. എന്താ ആരോഗ്യമാരും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇത് വോട്ട് ചെയ്തവർക്ക് ആ വിഷമം ഉണ്ടാവും. തോറ്റ് നാറിറ്റി മെമ്പർഷിപ്പും വേണ്ട, ഒന്നും വേണ്ട. നമുക്കൊന്നും നമ്മ കൊടുത്തിന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ കൊടുത്തിന് പറഞ്ഞൊരു കാര്യമില്ല. ഇതെല്ലാം ഭയങ്കര തന്നെ. അമ്മയുടെ വോട്ട് വേറെ 10 ആളെ കൊണ്ട് ചെയ്യിക്കണം. ഞാനടക്കം പോയി ചെയ്തതാണ്. ആ വിഷമം നമുക്ക് അലോണ്ട്. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അനുവായിട്ട് നിന്നോളാം. ഇനി നമുക്കിന്ന് ഉത്തരം പറയാനൊന്നും കഴിയായി. ഞാനോടും മെമ്പർഷിപ്പ് ഇറക്കം ഞാൻ ഇതാക്കുന്നു. ഞാൻ നേരത്തെ ശേഷം ഞങ്ങൾക്ക് വേണ്ട. ഇനിയൊന്ന് ഉത്തരം പറയണം. കലക്ടർമാരെ നിന്നിട്ട് നേതാക്കന്മാർ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ അയരോട്ടൊക്കെ ആ സ്ഥാനാർത്ഥിനെ കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ടുവന്നിനാ? 2 പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇയാള് സതീചന്ദ്രൻ ആരപ്പുള്ള ഒരു വീട്ടിൽ പോയി കൂടി. ഈ പ്രാവശ്യം സമയമില്ലേലും വരാൻ സമയമില്ലാന്ന് അയാളെ നിർത്തിക്കുമ്പോഴേ ഇവിടെ അഭിപ്രായം ഉണ്ടായി. നല്ല സ്ഥാനത്തല്ല, നല്ലതല്ലാന്ന്. അല്ല അയാളെ പറ്റി പറഞ്ഞല്ല. എന്താ വെച്ചാൽ മൊത്തത്തിൽ പോയല്ലോ. ഇത് ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞത്. കേൾക്കണം. അത്രയും സങ്കടം എനിക്ക്. സങ്കടം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളത്. ഇവർ കേൾക്കണം. ഞാനേ പറഞ്ഞു. ഞാനും രാജനയിൽ പറയുന്നു. ഇപ്പോൾ